നമസ്കാരം. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാർക്കു നേരെ സംഘത്തിന്റെ ആക്രമണം. സംഭവത്തിൽ കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മൻ, ഭർത്താവ് സുമേഷ് എന്നിവർ ഉൾപ്പെടെ 12 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 6 സുരക്ഷാ ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സുമേഷിന്റെ അമ്മയെ സ്ത്രീകളുടെ വാർഡിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ പുരുഷന്മാർ നിൽക്കുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ ജീവനക്കാർ എത്തിയത്. ശുചിമുറിക്ക് സമീപം ഒരാൾ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് ജീവനക്കാർ കണ്ടതായി പറയുന്നു. തുടർന്ന് ഇയാളെ ഉൾപ്പെടെ 3 പേരെ പുറത്താക്കുകയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്ന് കരുതുന്ന മൊബൈൽ പിടികൂടി എയ്ഡ് പോസ്റ്റിലെ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിനുശേഷം കോൺഗ്രസ് കൗൺസിലർ പവിജയുടെയും സുമേഷിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്ന സുരക്ഷാ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. സുമേഷ് മുൻ ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ്. പരിക്കേറ്റ ജീവനക്കാരായ സുരേഷ് കുമാർ, ബോബി മാത്യു, ഗോപകുമാർ, പ്രദീപ് കുമാർ, ഷിനുരാജ്, ബൈജു എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുരേഷ് കുമാറിന്റെ മുഖത്ത് ഇടിയേറ്റു. ഗോപകുമാറിന്റെ കൈക്കാണ് പരിക്ക്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയേഷ് മോഹൻ റിപ്പോർട്ട് നൽകി. കൊല്ലം റൂറൽ എസ്.പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് പറഞ്ഞു. ഡിവൈഎഫ്ഐ കോൺഗ്രസ് അഴിഞ്ഞാട്ടമാണ് ആശുപത്രിയിൽ നടന്നതെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഈ മാസം 10-നായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ വിയോഗത്തിന്റെ 1ാം വാർഷികം. അതേസമയം താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര പരിചരണം ലഭിക്കാത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകുന്നു. പുതുപ്പാടി സ്വദേശി ബിന്ദുവിന്റെ പരാതിയിൽ കഴിഞ്ഞ 19-ന് അഡീഷണൽ DMO ഡോക്ടർ T മോഹൻദാസിന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതി താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയതാണ്. ഗർഭകാല ശുശ്രൂഷ മുതൽ കുഞ്ഞു മരിച്ചതുവരെയുള്ള മുഴുവൻ മെഡിക്കൽ രേഖകളും ബിന്ദുവും ഭർത്താവ് KT ഗിരീഷും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കിയതാണ്. പ്രസവ വേദനയുമായി ബിന്ദു ആശുപത്രിയിലെത്തിയപ്പോൾ കുട്ടി തലതിരിഞ്ഞ് കാല് പുറത്തേക്ക് വന്ന അവസ്ഥയിലായിരുന്നു. ശസ്ത്രക്രിയ നടത്താൻ അനസ്തെറ്റിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഗർഭപാത്രത്തിലേക്ക് തന്നെ അമർത്തിവെച്ച് ബിന്ദുവിന്റെ പാവാട കീറി മുറുക്കി കെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നാണ് പരാതി. മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് സ്വാഭാവിക പ്രസവത്തിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ച കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. 4 മാസത്തിനു ശേഷം കുഞ്ഞ് മരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതക്കുറവും വീഴ്ചയും എല്ലാം വ്യക്തമാക്കി DMO കഴിഞ്ഞ 7-ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയതാണ്. റിപ്പോർട്ട് തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറുമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും പറയുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് തുടർ നടപടികൾക്കാത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലാണുള്ളത്.